ജീവന്മുക്താനാം സ്വഭാവാന്ന കഥാചന മൃതോപിനൈവം മ്രിയതേ രുദന്നപി നരോദിതി. ജീവൻ മുക്തന്മാർക്ക് ദേഹം മുതലായവ ഒന്നും സ്വാഭാവികമായിട്ടില്ല. അതൊക്കെ ഉണ്ടെന്ന് അവർ വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ ഇതൊക്കെ സത്യമാണ്. ശരീരം, മനസ്സ്, പ്രാണൻ, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം സത്യമാണെന്നാണ് നമ്മുടെ വിചാരം. അവർക്ക് അങ്ങനെ ഒരു വിചാരമല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അല്പം പോലുമില്ല. മൃതേപിനൈവം മ്രിയതേ, മൃതോപിനൈവം മ്രിയതേ. മരിച്ചാലും അവർ മരിക്കുന്നില്ല. രുദന്നപി നരോദിതി, കരഞ്ഞാലും അവർ കരയുന്നില്ല. കുർവന്നപിന കുർവതേ, കുർവതി എന്നും പറയാം, അല്ല കുർവതേ തന്നെ. കുർവന്നപിന കുർവതേ, ചെയ്താലും ചെയ്യുന്നില്ല, ചിരിച്ചാലും ചിരിക്കുന്നില്ല, കരഞ്ഞാലും കരയുന്നില്ല, മരിച്ചാലും മരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിന് ഈ വക അവസ്ഥാഭേദങ്ങളൊന്നുമില്ല. താൻ ആത്മാവാണെന്ന് അവർക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ശരീരവും ഇന്ദ്രിയങ്ങളും ഒക്കെ എങ്ങനെ പ്രവർത്തിച്ചാലും അതൊന്നും തന്നിൽ ഏശുന്നില്ല എന്നുള്ള കാര്യം അവർക്ക് നല്ല ഉറപ്പുണ്ട്. ബിഹസന്ന ഹസത്യേവ ജീവൻ മുക്തോ മഹോദയഃ വീതരാഗാ സരാഗാഭ അകോപാ കോപസംയുതാഃ. ബിഹസന്ന ഹസത്യേവ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് കരയുന്നുണ്ടെങ്കിലും കരയുന്നില്ല എന്നാണ്. ഇപ്പോൾ അവർ പൊട്ടിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവർ ചിരിക്കുന്നില്ല തന്നെ. ആര്? ജീവൻ മുക്തന്മാർ. മഹോദയഃ, അത്യുന്നതമായ മോക്ഷസ്ഥിതിയിൽ എത്തിച്ചേർന്ന ജീവൻ മുക്തൻ പൊട്ടിച്ചിരിച്ചാൽ പോലും ചിരിക്കുന്നില്ല. വീതരാഗാഹ സരാഗാഭാഹ, സംഘമുള്ളവരെ പോലെ അവർ പെരുമാറും. മറ്റുള്ളവർ വിചാരിക്കും ഇദ്ദേഹത്തിന് പലതിലും നിർബന്ധമുണ്ട്, അല്ലെങ്കിൽ സംഘമുണ്ട്, അല്ലെങ്കിൽ ദ്വേഷമുണ്ട് എന്ന് മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് തോന്നിയാലും ഇവർക്ക് മോഹമില്ല. മോഹത്തിൽ നിന്ന് ജനിക്കുന്നതാണ് മനസ്സിൻ്റെ എല്ലാ ചലനങ്ങളും. ഇവർ മോഹത്തെ അതിക്രമിച്ചിരിക്കുന്നു. വീതരാഗ സരാഗാഭാഹ, രാഗമുള്ളവരെ പോലെ അവർ കാണപ്പെട്ടാലും അവരുടെ ഉള്ളിൽ അല്പം പോലും രാഗവുമില്ല, ദ്വേഷവുമില്ല. അകോപാ കോപസംയുതാഹ, ദേഷ്യം, കോപം അല്പം പോലും ഇല്ല. പക്ഷേ അങ്ങേറ്റം കോപിഷ്ഠരെ പോലെ കാണപ്പെടും. അങ്ങനെ കാണപ്പെടുന്ന ഒരു മഹർഷിയാണ് ദുർവാസാവ്. കോപത്തിന് പേരുകേട്ട ആളാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്. അതുപോലെ പെട്ടെന്ന് മനസ്സലിയുന്നവനുമാണ്, പെട്ടെന്ന് വരങ്ങൾ നൽകുന്നയാളുമാണ് ഈ ദുർവാസാവ്. ശ്രീപരമേശ്വരൻ്റെ അവതാരമാണ് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ദേഷ്യക്കാരൻ ശിവനാണ്. കാരണം സംഹരിക്കാൻ, എല്ലാത്തിനെയും അടിച്ച് തകർക്കാൻ, കത്തിച്ച് കളയാൻ ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ദുർവാസാവിന് ശിവൻ്റെ അവതാരം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, ക്രോധഭട്ടാരകൻ. പരമഭട്ടാരകൻ എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. അല്ലേ, അങ്ങനെയല്ലേ? പരമഭട്ടാരക വിദ്യാ, ആ പരമഭട്ടാചാര്യ, പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയൂ. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി തിരുവോള. അങ്ങനെ വരട്ടെ. എന്തിനാണ് ഒരു ജാള്യത? ആത്മജ്ഞാനികൾക്ക് ജാതി മത ഭേദമൊന്നുമില്ല. പക്ഷേ അവരുടെ പേര് പറയാൻ നമുക്ക് പെട്ടെന്ന് കഴിയണം. എനിക്കിപ്പോൾ എല്ലാം ഒന്നും ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പരമഭട്ടാരക എന്നുള്ള ആ ശബ്ദം ചട്ടമ്പി സ്വാമി തിരുവടികളുടെ പേരിൻ്റെ കൂടെയുണ്ട്. അതുപോലെ ഈ ദുർവാസാവിൻ്റെ പേരിൻ്റെ കൂടെ ക്രോധഭട്ടാരകൻ, അങ്ങേയറ്റത്തെ ദേഷ്യക്കാരൻ, മൂക്കിൻ്റെ തുമ്പത്താണ് കോപം. ഇവരൊക്കെ ജീവൻ മുക്തന്മാരാണ്. എല്ലാവരും അല്ല, മിക്കവാറും മഹർഷിമാരെല്ലാവരും ആത്മജ്ഞാനികളാണ്. അതുകൊണ്ട് അവർ പല ഭാവങ്ങളും പ്രകടിപ്പിച്ചാൽ പോലും അതൊന്നും അവരുടെ ഉള്ളിൽ വാസ്തവത്തിലില്ല. മനോധർമ്മൈരപി തേഷാം അസംബന്ധമാഹ, കരഞ്ഞാലും കരയുന്നില്ല, ചിരിച്ചാലും ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതൊക്കെ പുറമേ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, ഒരാളുടെ ചിരിയും കരച്ചിലും. പക്ഷേ
കോപത്തെ നമുക്ക് കാണാൻ പറ്റില്ല. വേറൊരാളുടെ ഉള്ളിൽ കോപമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവം നോക്കിയോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ഒക്കെ മനസ്സിലാക്കാനേ പറ്റൂ. അന്ധഃകരണവുമായിട്ട് പോലും ജീവൻ മുക്തന്മാർക്ക് യാതൊരു ബന്ധവുമില്ല. മനസ്സ് വേറെ, താൻ വേറെ. താൻ എല്ലാറ്റിനും സാക്ഷിയായ ആത്മാവാണ് എന്ന ഉറപ്പ് അവരുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്നു. മനോധർമ്മങ്ങളാൽ പോലും ഇവർ ബാധിക്കപ്പെടുന്നില്ല. കാരണം മനസ്സുമായി ഒരു ബന്ധമുണ്ടെങ്കിലേ മനോധർമ്മങ്ങളായ വികാരങ്ങളാൽ ഒരാൾ ബാധിക്കപ്പെടുകയുള്ളൂ. ഈ മനസ്സുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ബന്ധം പുലർത്തുന്നത് എന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സ് എന്ന് വിചാരമുണ്ടോ? അത് തന്നെയാണ് ബന്ധം. എൻ്റെ മനസ്സ്, നിങ്ങളുടെ മനസ്സും അവൻ്റെ മനസ്സും എൻ്റെ മനസ്സും ഒന്നും ഇവിടെ ഇല്ല. മനസ്സെന്ന ഒന്നേ ഇല്ല. അത് ആത്മാവിൽ നിന്ന് പൊന്തുന്ന വെറും ഭ്രമമാണ്. അതിൽ എങ്ങനെയാണ് എൻ്റെയും നിൻ്റെയും മറ്റുള്ളവരുടെയും ഒക്കെ മനസ്സുണ്ടാവുക? അവരെ സംബന്ധിച്ച് മനസ്സ് എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് മനസ്സിലുദിക്കുന്ന വികാരങ്ങളാൽ അല്ലെങ്കിൽ ചിന്തകളാൽ ഒന്നും അവർ ഒരു തരത്തിലും ബാധിക്കപ്പെടുന്നില്ല. അമോഹാമോഹവലിതാ ദൃശ്യന്തേ തത്വദർശിനഃ ഇദം സുഖമിദം ദുഃഖമിത്യാദി കലനാസ്തുതാഃ അലം ദൂരഗതാസ്തേഷാം അങ്കുരാനഭസോ യഥാ ജഗദാത്മാ ച നാസ്ത്യേവ യസ്യൈകം സർവമസ്തി ച. അമോഹാഹ മോഹവലിതാഹ, ഉള്ളിൽ അല്പം പോലും മോഹമില്ല, മയക്കമില്ല എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയില്ല. ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ അവർക്ക് അല്പം പോലും സംശയമില്ല. പ്രത്യക്ഷമായി, ഉള്ളിൽ പ്രത്യക്ഷമായിട്ടല്ല, അപരോക്ഷമായി സാക്ഷാത്കരിച്ചതാണ് അവർ ആത്മാവിനെ. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ മോഹം ലവലേശം പോലുമില്ല. പക്ഷേ മോഹവലിതാഹ ദൃശ്യന്തേ, മോഹം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട മനസ്സുകളോട് കൂടിയവരാണോ ഇവർ എന്ന് മറ്റുള്ളവർക്ക് തോന്നും. അത് മറ്റുള്ളവരുടെ കുഴപ്പമാണ്. അവരുടെ കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നു. ഇവരുടെ ഉള്ളിൽ മോഹം അല്പം പോലുമില്ല. ദൃശ്യന്തേ തത്വദർശിനഃ, തത്വദർശികൾ ഇങ്ങനെയൊക്കെ കാണപ്പെടുന്നു. ദേഷ്യക്കാരായ തത്വദർശികളുണ്ട്, ജ്ഞാനികളുണ്ട്. അങ്ങനെയുള്ള ഒരാളായിരുന്നു തപോവനസ്വാമികൾ. അദ്ദേഹം വേദാന്തം പഠിപ്പിക്കുമ്പോൾ നോട്ട് പുസ്തകമോ പേനയോ പെൻസിലോ ഒന്നും കൊണ്ടുവന്ന് കുറിച്ചെടുക്കരുത്. അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതൊക്കെ അടുത്ത് ദൂരക്കള, നിങ്ങളുടെ മനസ്സിൽ ബുദ്ധിയിൽ കുറിച്ചെടുത്തോളൂ എന്ന് പറയും. അത് മാത്രമേ നമുക്ക് ഉപകരിക്കൂ. കുറിച്ച് വെച്ചത്, ഡയറിയിൽ കുറിച്ച് വെച്ചത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുറിച്ച് വെച്ചത്, CD-യിൽ പകർത്തി വെച്ചത്, പുസ്തകത്തിൽ അച്ചടിച്ചിട്ടുള്ള വേദാന്തം പ്രയോജനപ്പെടില്ല. പുസ്തകത്തിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള വേദാന്തത്തെ ചിതലുകൾ തിന്നു തീർക്കുമെന്നാണ് രാമതീർത്ഥസ്വാമികൾ പറയുന്നത്. ചിതലുകൾ തിന്നു തീർക്കും. ഏത് പുസ്തകത്തെയും തിന്നുന്നത് പോലെ വേദാന്ത പുസ്തകങ്ങളെയും ചിതൽ ഭക്ഷിക്കും. അപ്പോൾ പുസ്തകത്തിലുണ്ട്, വീട്ടിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്, ഷെൽഫിൽ അല്ലെങ്കിൽ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. അതൊരു കാഴ്ച വസ്തുവായിട്ട് അവിടെ ഇരിക്കും. അത് ഉള്ളിൽ കയറണം. ഞാൻ എത്ര ഗീതാശ്ലോകങ്ങൾ ഒരു ദിവസം പാരായണം ചെയ്യുന്നു എന്നുള്ളതല്ല, എത്ര ഗീതാശ്ലോകങ്ങളുടെ അർത്ഥം എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അർത്ഥം അറിഞ്ഞൂടാതെ വേദമന്ത്രങ്ങൾ ഇങ്ങനെ ചൊല്ലുന്നു, ആവർത്തിച്ച് പല പ്രാവശ്യം, പല ഊരു, അതിനൊക്കെ ഓരോ കണക്കുണ്ട്. ഇത്ര പ്രാവശ്യം ജപിക്കണം. ഈ ജപിക്കുന്നതിൻ്റെ ഒരു വാക്കിൻ്റെ എങ്കിലും അർത്ഥം ഈ വേദപണ്ഡിതന്മാർക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ദുഃഖസത്യം. തത്ത പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആവർത്തിച്ച്. എന്നിട്ട് എന്തൊക്കെയോ ചെയ്തു നേടി എന്നുള്ള ഒരു ഫാൾസ് സാറ്റിസ്ഫാക്ഷൻ, അവാസ്തവമായ ഒരു തൃപ്തി. ആ തൃപ്തി താത്കാലികമാണ്. ഒന്ന് ചെയ്ത് അല്ലെങ്കിൽ ഒരു മന്ത്രം ജപിച്ച് നമുക്ക് കിട്ടുന്ന തൃപ്തി എപ്പോഴും മിഥ്യയായിരിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ നമ്മൾ
തൃപ്തി അല്ലെങ്കിൽ ശാന്തി നേടിക്കഴിഞ്ഞാൽ അത് പിന്നെ നമ്മ വിട്ട് ഒരിക്കലും അകന്നു പോകാൻ പാടില്ല. എപ്പോഴും അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു തൃപ്തി മന്ത്രജപത്തിലൂടെയോ വേദപാരായണത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയോ ആർക്കും നേടാൻ സാധ്യമല്ല. കാരണം അതൊക്കെ മായയുടെ ഉള്ളിലാണ്. മായയ്ക്കപ്പുറത്താണ് ശാന്തിയുടെ വിളനിലം. ശാന്തി കടൽ പോലെ കെട്ടി നിൽക്കുന്നത് മായയ്ക്കപ്പുറത്താണ്. ആ ആത്മതത്വത്തെ താനാണ് എന്ന് സാക്ഷാത്കരിച്ചാലല്ലാതെ മനുഷ്യന് ജീവിതത്തിൽ സ്വസ്ഥതയോ ശാന്തിയോ നേടാൻ സാധ്യമല്ല. ഇപ്പോൾ തത്വദർശികൾ ചിലപ്പോൾ മോഹമുള്ളവരെ പോലെ കാണപ്പെടും, പക്ഷെ അവരുടെ ഉള്ളിൽ മോഹമില്ല. അതുപോലെ തന്നെ കോപം തുടങ്ങിയ വികാരങ്ങളും അവരുടെ ഉള്ളിലില്ല. ഇതം സുഖം ഇതം ദുഃഖം ഇത്യാദി കലനാസ്തുതാഹ. ഇത് സുഖമാണ്, ഇത് ദുഃഖമാണ്, ഇതെനിക്കിഷ്ടമാണ്, വേറൊന്ന് അനിഷ്ടമാണ്. അങ്ങനെയുള്ള ഭേദം ജീവൻ മുക്തൻ്റെ ഉള്ളിൽ അല്പം പോലുമില്ല. അലം ദൂരഗതാസ്തേഷാം അങ്കുരാൻ അഭസോയഥ. ഇങ്ങനെയുള്ള വിചാരങ്ങൾ മുക്തപുരുഷൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു. നമ്മെപ്പോലെ തന്നെയായിരുന്നു അദ്ദേഹവും. അദ്ദേഹത്തിൻ്റെയും ചഞ്ചലമായ ഒരു മനസ്സായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ജ്ഞാനത്തിലൂടെ മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ അല്പാൽപമായി ഉപശമിപ്പിച്ച് സത്യത്തെ കണ്ടെത്തി. അപ്പോൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ദ്വൈത ചിന്തകൾ അതൊക്കെ എന്നേ അകന്നുപോയി കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ ഉള്ളിൽ ഈ ചിന്തകൾ അങ്കുരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആകാശത്തിൽ നിന്ന് തളിരങ്കുരിക്കുമോ? വൃക്ഷങ്ങളിലും ചെടികളിലുമാണ് തളിരുകൾ മുളയ്ക്കുന്നത് അല്ലെങ്കിൽ അങ്കുരിക്കുന്നത്. ആകാശത്തിൽ സ്പേസിൽ എങ്ങനെയാണ് തളിരുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. ജ്ഞാനിയുടെ മനസ്സ് ചലിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അലം ദൂരഗതാസ്തേഷ അങ്കുരാൻ അഭസോയഥ. ജഗദാത്മാച നാസ്ത്യേവ യസ്യൈകം സർവമസ്തി ച. ജഗത്ത് എന്ന ഒരു സത്യം അവരുടെ കാഴ്ചപ്പാടിൽ ഇല്ലേയില്ല. പ്രപഞ്ചം എന്ന ഒരു സത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല. പ്രപഞ്ചം വാസ്തവമാണെന്ന് ഒരിക്കലും അവർ കരുതുന്നില്ല. യസ്യ ഏകം സർവമസ്തി ച. ഒരു ജീവൻ മുക്തന് ഒന്നും പലതും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒന്നും പലതും ഉണ്ട്. പക്ഷേ ആ ഒന്ന് എന്ന് പറയുന്നത് പലതായി പ്രകാശിക്കുന്ന ഒന്നാണ്. പലതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പലതുണ്ടെന്ന് അദ്ദേഹം അനുഭവിച്ചാലും ആ പലതിൽ ഉടനീളം വ്യാപിച്ചു നിൽക്കുന്ന ഒന്നിനെ മാത്രമേ അദ്ദേഹത്തിൻ്റെ ബുദ്ധി അംഗീകരിക്കുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ ദ്വൈതമാണോ അദ്വൈതമാണോ എന്ന് ചോദിച്ചാൽ രണ്ടുമുണ്ട്. അതെങ്ങനെയാണ് പരസ്പര വിരുദ്ധങ്ങളായ ദ്വൈതവും അദ്വൈതവും ഒരേ സമയത്തുണ്ടാവുക? നമ്മൾ അതിൻ്റെ ഈ പറയുന്നതിൻ്റെ സാരം മനസ്സിലാക്കണം. അദ്ദേഹം പലത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും തലത്തിൽ അദ്ദേഹം നമ്മെപ്പോലെ തന്നെ പലതിനെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ബുദ്ധി എല്ലാം ആത്മാവാണ് എന്ന് തീരുമാനിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പലതില്ല, ഇന്ദ്രിയ മനസ്ഥലങ്ങളിൽ പലതുണ്ട്. പലത് കാണുമ്പോഴും അദ്ദേഹം ഒന്നായിരിക്കുന്ന ആത്മാവിനെയാണ് ആ ദൃശ്യങ്ങളിൽ ഉടനീളം അനുഭവിക്കുന്നത്. ഒന്നിലാണ് ആത്മാവാകുന്ന അല്ലെങ്കിൽ ബ്രഹ്മമാകുന്ന ആ ഏക തത്വത്തിലാണ് മിഥ്യയായ ഈ നാനാത്വം പൊന്തിയിട്ടുള്ളത് എന്നും അദ്ദേഹം അറിയുന്നു. ഇപ്പം അദ്ദേഹത്തിന് സത്യമായിട്ടുള്ളത് ആത്മാവ് മാത്രമാണ്. ദ്വൈതത്തെ ഒരിക്കലും അദ്ദേഹം സത്യമാണെന്ന് കരുതുന്നില്ല. ദ്വൈത അനുഭവമുണ്ട്, പക്ഷേ ബുദ്ധിയുടെ തലത്തിൽ അദ്ദേഹം അദ്വൈതത്തെ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. ജഗദാത്മാച നാസ്ത്യേവ യസ്യ ഏകം സർവമസ്തി ച. അദ്ദേഹത്തിന്
ഒന്നും പലതുമുണ്ട്, പക്ഷെ ആ ഒന്നെന്ന് പറയുന്നത് പലതെന്ന പോലെ പ്രകാശിക്കുന്ന ഒന്നാണ്. പലതുണ്ട് എന്ന് അദ്ദേഹം അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, പലതിൽ വ്യാപിച്ചു നിൽക്കുന്ന ഒന്നിനെയാണ് അദ്ദേഹം സദാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉൾത്തലത്തിൽ അദ്വൈതം മാത്രമേ ഉള്ളൂ. ഇന്ദ്രിയ മനോബുദ്ധികളുടെ തലത്തിൽ നമ്മെപ്പോലെ തന്നെ അദ്ദേഹം ദ്വൈതത്തെ അനുഭവിക്കുന്നു. ഇതാണ് ജീവൻ മുക്ത പുരുഷൻ്റെ അവസ്ഥ. ജഗദാത്മാ ജഗത് സ്വരൂപം ചകാരാത് തന്മൂലം അജ്ഞാനം ച യസ്യ നാസ്ത്യൈവ. ജഗദാത്മാവും അദ്ദേഹത്തിനെ സംബന്ധിച്ചില്ല. ജഗദാത്മാവ് എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ കാരണം. ജഗത്ത് ഉണ്ട് എന്ന് തോന്നാൻ കാരണം അവിദ്യയാണ്, അല്ലെങ്കിൽ അജ്ഞാനമാണ്. ജഗത്തും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലില്ല. ആ ജഗത്തിനെ സത്യമെന്ന് കരുതാൻ പ്രേരിപ്പിക്കുന്ന മൂലാജ്ഞാനം അല്ലെങ്കിൽ മൂല അവിദ്യ, ആ അവിദ്യയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇല്ല തന്നെ. യസ്യ സർവം ഏകരസം സദസ്തി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒന്നായിരിക്കുന്ന രസസ്വരൂപമായ ആത്മാവ് മാത്രമേ ഉള്ളൂ. സദ്വസ്തു മാത്രമേ അദ്ദേഹത്തിൻ്റെ അനുഭവമണ്ഡലത്തിലുള്ളൂ. തസ്യ ജീവൻ മുക്തസ്യ സുഖദുഃഖാദ്യസ്തീതി വാഗ്വ്യോംനോ വിടപാ ശാഖാസന്ധീതി വാഗുപമേത്യന്വയ. ജീവൻ മുക്തന് സുഖദുഃഖങ്ങൾ മുതലായ ദ്വന്ദ്വാനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ഏതുപോലെ, അങ്ങനെയുള്ള വാക്കുകൾ, അങ്ങനെയുള്ള പറച്ചിൽ ആകാശത്തിൽ നിന്ന് മരം മുളച്ച് ശാഖോപശാഖകളായി വ്യാപിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ആകാശത്തിൽ നിന്ന് എങ്ങനെയാണ് മരം മുളയ്ക്കുക? മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നാണ് ചെടികളും മരങ്ങളും ഒക്കെ മുളയ്ക്കുന്നത്. ആകാശത്തിൽ നിന്ന് മരം മുളയ്ക്കാൻ സാധ്യമല്ല. അതുപോലെ പരമാത്മാവാകുന്ന ചിദാകാശത്തിൽ സദാ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ ജീവൻ മുക്തന്മാർക്ക് ഒരു തരത്തിലുള്ള വികാര വിചാരങ്ങളും അവരുടെ ഉള്ളിൽ വാസ്തവത്തിലില്ല. അങ്ങനെ അഥവാ എന്തെങ്കിലും വികാര വിചാരങ്ങൾ അവരുടെ ഉള്ളിൽ പൊന്തുകയാണെങ്കിൽ തന്നെ അത് മിഥ്യയാണെന്ന് അവർ നല്ലപോലെ അറിയുന്നു. അതുകൊണ്ട് ആ വികാര വിചാരങ്ങളാൽ അവർ ബാധിക്കപ്പെടുന്നില്ല. നമ്മൾ ബാധിക്കപ്പെടുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. വിടവങ്ങൾ എന്ന് പറഞ്ഞാൽ ശാഖകൾ, ചില്ലകൾ. ആകാശത്തിൽ നിന്ന് ചില്ലകൾ മുളച്ചു പൊന്താറില്ല. അതുപോലെ ജ്ഞാനിയുടെ ഉള്ളിൽ ഇത് സുഖം ഇത് ദുഃഖം തുടങ്ങിയ ഭേദചിന്തകളൊന്നും ഉദിക്കുന്നില്ല. സുഖദുഃഖാദി തസ്യൈതേ സുഖദുഃഖാദി തസ്യേതി വാഗ്വ്യോമ വിടപോപമാ അശോകായേവ ശോചന്തേ ജീവൻ മുക്താ ജയാൻവിതാഹ. സുഖദുഃഖങ്ങൾ ജീവൻ മുക്ത പുരുഷന് ഇല്ല തന്നെ. അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വാഗ്വ്യാപാരം, അങ്ങനെയുള്ള സംഭാഷണം, സംസാരം ആകാശത്തിൽ നിന്ന് ചില്ലകൾ വ്യാപിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. അശോകായേവ ശോചന്തേ. ശോകം ഇല്ലാതെ തന്നെ ശോകം കൊണ്ട് ബാധിക്കപ്പെട്ടവരെ പോലെ കാണുന്നു. ഉള്ളിൽ ദുഃഖിക്കാതെ ദുഃഖത്തെ അവർ പ്രകടിപ്പിക്കുന്നു. അതെന്തിനാണ്? അത് ഒരർത്ഥത്തിൽ മറ്റുള്ളവരെ കബളിപ്പിക്കലല്ലേ? അങ്ങനെയല്ല, ചില സമയത്ത് നമുക്ക് അഭിനയിക്കേണ്ടി വരും. കുട്ടികളോട് നമ്മൾ ദേഷ്യം അഭിനയിക്കാറില്ലേ? കുട്ടികളോട് ദേഷ്യം ഉണ്ടോ നമുക്ക്? ഇവിടെ അടിച്ച് കൊന്നുകളയും നിന്നെ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അച്ഛനും അമ്മയും കുട്ടികളെ കൊല്ലാറുണ്ടോ? ഇപ്പോഴൊന്ന് കിണറ്റിലെറിഞ്ഞ് കൊന്നു. രണ്ട് വയസ്സുള്ള കുട്ടിയെ. അമ്മയാണോ അമ്മാവനാണോ എറിഞ്ഞത് അതൊന്നും അറിയില്ല. അമ്മ തന്നെയാണ് തീരുമാനിച്ചോ അത്? ആ, ഒന്നുമില്ലെങ്കിൽ അമ്മയുടെ മൗനാനുവാദം ഉണ്ടായിരിക്കും, അല്ലാതെ അമ്മാവൻ കൊല്ലില്ല. അപ്പോൾ അതൊക്കെ ഈ കലികാലത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. പണ്ടൊന്നും അങ്ങനെയില്ല. അപ്പോൾ കുട്ടികളോട് നമ്മൾ തമാശയ്ക്ക് വേണ്ടി കളിയായിട്ട് ദേഷ്യവും അഭിനയിക്കുന്നത് പോലെ, അതുപോലെ സ്നേഹവും വാത്സല്യവും ഒക്കെ അഭിനയിക്കുന്നവരുണ്ട്. ആ കുട്ടിയോട് അവർക്ക് ഒരു വാത്സല്യവും ഇല്ല, സ്നേഹവും ഇല്ല, പക്ഷെ അഭിനയിക്കും. ഏറ്റവും വലിയ നടന്മാർ എന്ന് പറയുന്നത് ഈ മനുഷ്യരാണ്.
നമ്മൾ മനുഷ്യരിൽ കുറേ നടീനടന്മാരുണ്ടെന്ന് വെറുതെ പറയുന്നു, അഭിനേതാക്കൾ. നമ്മളൊക്കെ പല വേഷങ്ങൾ കിട്ടുന്നവരാണ്. ഓരോരുത്തരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. അപ്പം നമ്മളിൽ ആ അഭിനയിക്കാനുള്ള കഴിവില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മളൊക്കെ നല്ല അഭിനേതാക്കളാണ്, ഒന്നാം തരം നടന്മാരാണ്, അതിൽ ഒരു സംശയവുമില്ല. ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് അഭിനയിക്കും, ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ അഭിനയിക്കും, ഇവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ കുട്ടികൾ അഭിനയിക്കും, കുട്ടികളുടെ മുമ്പിൽ ഇവരും അഭിനയിക്കും. നാടകമേ ഉലകം നാളെ നടപ്പதை യാരറിവാർ, ഓർ നാടകമേ ഉലകം. ഈ ലോകം എന്ന് പറയുന്ന ഒരു നാടകമോ സിനിമയോ പോലെയാണ്. കഴമ്പില്ല. എല്ലാവരും ഓരോ മുഖം മൂടി ധരിച്ചാണ് നടക്കുന്നത്. കോവിഡ് സമയത്ത് മാസ്കാണ് ധരിച്ചുകൊണ്ടിരുന്നത്. ഈ ഭൂമുഖത്ത് മനുഷ്യരാശി ആവിർഭവിച്ച അന്ന് മുതൽ ഓരോ വ്യക്തിയും മുഖം മൂടി അണിഞ്ഞ് നടക്കുകയാണ്. ഓരോരുത്തരുടെ മുമ്പിൽ ഓരോ തരം പ്രകടനങ്ങളാണ്. എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കണ്ടേ? ബോസിൻ്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥൻ പറയും, സാറേ നമസ്കാരം, സാറിനെ പോലെ ഒരു ഓഫീസർ ഞാൻ ഇതിനു മുമ്പ് കണ്ടു. സാറിൻ്റെ അറിവെന്ന് പറഞ്ഞാൽ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ സാറിൻ്റെ അറിവെന്ന് പറഞ്ഞാൽ എന്താ സാർ ഇത് മുഴുവൻ എങ്ങനെ പഠിച്ചെടുത്തു സാറേ? സാറിന് 10 കൊല്ലമല്ലേ സർവീസ് ആയിട്ടുള്ളൂ, എങ്ങനെ ഇത്രയും കാര്യങ്ങൾ സാറ് മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് നല്ല പോലെ സോപ്പിട്ട് പതപ്പിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവൻ്റെയൊക്കെ കാര്യം നടക്കാൻ കഴുതയുടെ കാലും പിടിക്കണം എന്ന് പറയും. അപ്പോൾ അവനെ കഴുതയാക്കി, ബോസിനെ കഴുതയാക്കി. ഇപ്പോൾ ഒരാളുടെ മുമ്പിൽ ഒരു തരത്തിൽ അഭിനയിക്കുന്നു, പുറത്ത് വന്നു കഴിഞ്ഞാൽ അയാളെ തന്നെ തെറി പറയുന്നു. അതുകൊണ്ട് ഈ സ്തുതി നിന്ദകളാൽ നമ്മൾ ബാധിക്കപ്പെടരുത്. ഒരാൾ പൊക്കി പറയുന്നു അല്ലെങ്കിൽ പുകഴ്ത്തി സംസാരിക്കുന്നു, അതിൽ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അപ്പുറത്ത് നിന്ന് നമ്മളെക്കുറിച്ച് 10 കുറ്റം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഞാൻ നല്ലവനാണോ ചീത്തയാണോ, അല്ലെങ്കിൽ എത്ര കണ്ട് നല്ലവനാണ് എത്ര കണ്ട് ചീത്തയാണ്, ഇതൊക്കെ ഓരോ വ്യക്തിക്കും നല്ലതുപോലെ അറിയാം. വേറൊരാളോട് ചോദിക്കേണ്ട കാര്യമില്ല, മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റും നമുക്ക് ആവശ്യമില്ല. അതെ, എൻ്റെ സ്വഭാവത്തിന് ഞാൻ മാർക്കിട്ടാൽ മതി. എനിക്ക് ഞാൻ നല്ലവനാണ്, എൻ്റെ അന്തരാത്മാവിനോട് മനസാക്ഷിയോട് ചോദിച്ചാൽ, ഡേയ് നീ നല്ലവനാണ്, അത്ര നല്ലവനല്ലെങ്കിലും നീ ഒരു വിധത്തിൽ നല്ലവനാണ്, വലിയ തരക്കേടില്ലാത്തവനാണ് എന്നൊരു ഉത്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടിയാൽ അത് തന്നെയാണ് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ്. അത് മതി. മറ്റുള്ളവരുടെ പ്രമാണപത്രം, അതാണ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൻ്റെ മലയാളം, പ്രമാണപത്രം. അത് നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മെക്കുറിച്ച് ലോകം മുഴുവൻ പ്രശംസിച്ചാലും ഒരാളെങ്കിലും നമ്മെക്കുറിച്ച് മോശമായത് പറയാനുണ്ടാവും. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് മാറാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റം നമ്മിൽ കണ്ടെത്തും. അതുകൊണ്ട് ഈ ലോകാനുവർത്തനം എന്നാണ് പറയുന്നത്. ലോകർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, സമൂഹം എന്നെക്കുറിച്ച് എന്ത് ധരിക്കും, അതിനു വേണ്ടി ചില വേഷം കെട്ട്, അത് വേണ്ടെന്ന്. നിങ്ങളായി ജീവിക്കുക, അത് മാത്രം മതി. അശോകായേവ ശോചന്തേ ജീവൻ മുക്ത ജയാൻവിതാഹ. ഉള്ളിൽ അല്പം പോലും ശോകമില്ലാതെ തന്നെ അവർ ശോകം അനുഭവിക്കുന്നവരെ പോലെ കാണപ്പെടുന്നു മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ. ജയാൻവിതാഹ, പക്ഷേ ജീവിതത്തിൽ വിജയം കണ്ടെത്തിയവരാണ് ഈ ജീവൻ മുക്തന്മാർ. അവർ മാത്രമാണ് ജീവിത വിജയം നേടിയവർ. മറ്റുള്ളവരൊക്കെ മറ്റ് ഏതൊക്കെ തരത്തിൽ വിജയം നേടിയാലും ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പരാജയപ്പെടുന്നവരാണ്. ഞാൻ വലിയ IPS കാരനായിരുന്നു, അല്ലെങ്കിൽ IAS കാരനായിരുന്നു, ചീഫ് സെക്രട്ടറി ആയിരുന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ആയിക്കോളൂ. നിങ്ങൾ അടുത്ത് ഡൊണാൾഡ് ട്രംപ് നിങ്ങളെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ US പ്രസിഡന്റ് ആ സ്ഥാനത്ത് നിങ്ങളെ അവരോധിക്കുന്നു. എന്നാലും ഒരു ദിവസം മരിച്ചു പോകണ്ടേ കൂട്ടരെ? ഈ മരണം നമ്മെ സമീപിക്കുമ്പോൾ
ജ്ഞാനികൾ ഒഴിച്ച് മറ്റുള്ളവരെല്ലാവരും പരാജയപ്പെടും, മരണത്തെ കണ്ട് ഭയന്ന് നടുങ്ങും. ജ്ഞാനിക്ക് മാത്രമാണ് മരണത്തെ ഭയമില്ലാത്തത്. അയാൾ മരണം തന്നെ സമീപിക്കുന്നതിന് മുമ്പേ തന്നെ മരിച്ചവനാണ്. ഒരാൾക്ക് 2 പ്രാവശ്യം മരിക്കാൻ പറ്റുമോ? ഒരേ ജന്മത്തിൽ ഒരു സ്ഥലത്ത് മരിച്ച് വീണ്ടും ഒരു ശരീരം എടുത്തിട്ട് പിന്നെ മരിക്കാം, അതല്ല ഉദ്ദേശിച്ചത്. ഒരേ ശരീരത്തിൽ തന്നെ ഒരു ശരീരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് 2 പ്രാവശ്യം മരിക്കാൻ പറ്റുമോ? സാധ്യമല്ല. മരണം നമ്മെ പിടികൂടുന്നതിന് മുമ്പ് അഹങ്കാരത്തെ നശിപ്പിച്ച് നമ്മൾ തന്നെ ഒരർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തേക്കുക. അത് വണ്ടിക്ക് തലവെച്ച് ചാവുന്നതല്ല, ഒരു മുഴം കയറിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിക്കുന്നതുമല്ല. ഞാൻ എന്ന ജീവഭാവത്തെ തട്ടി തകർത്ത് കളയും. യമൻ വന്ന് നോക്കിയിട്ട് അയ്യയ്യോ കൊണ്ടുപോകാൻ ആളില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ എളിഭ്യനായി തിരിച്ചു പോകണം. യമനെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റുമോ? യമനെ കബളിപ്പിക്കാനുള്ള സാമർഥ്യം ജീവിതത്തിൽ നേടിയെടുക്കണം. മരണം നമ്മുടെ ജീവൻ അപഹരിക്കുന്നതിന് മുമ്പ് ജീവഭാവത്തെ ജ്ഞാനത്തിലൂടെ കത്തിച്ചു കളയുക. അങ്ങനെയായാൽ മരണത്തെ ഭയപ്പെടണ്ട. മരണത്തെ ഭയപ്പെടുന്ന ഒരുവൻ ഉള്ളത് കൊണ്ടാണ് മരണം നമ്മെ ഗ്രസിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് വസിഷ്ഠ മഹർഷി പറഞ്ഞു, എന്തുകൊണ്ടാണ് മനുഷ്യർ മരിക്കുന്നത്? ജീവികൾ മരിക്കുന്നു, അവർക്ക് വിവേകമില്ല. പക്ഷേ വിവേകമുള്ള മനുഷ്യർ എന്തുകൊണ്ട് മരിക്കുന്നു? വസിഷ്ഠ മഹർഷി അതിന് നൽകുന്ന മറുപടി ഇതാണ്: ഞാൻ ഒരു ദിവസം മരിച്ചു പോവും, എനിക്ക് മരണമുണ്ട്. ഇങ്ങനെ മരണത്തെക്കുറിച്ച് സദാ ചിന്തിച്ച് മരണത്തെ ക്ഷണിച്ച് വരുത്തുന്നവരാണ് അവിവേകികളായ മനുഷ്യർ. അവിവേകികളാണ് ഇവിടെ മരിക്കുന്നത്, വിവേകികൾ മരിക്കുകയില്ല. എന്തിന് നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിച്ച് ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു? ഞാൻ മരണമില്ലാത്ത ആത്മാവാണ് എന്ന് എന്തുകൊണ്ട് ഉറപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ചിന്താശേഷിയെ വിനിയോഗിക്കുന്നില്ല? അങ്ങനെ തൻ്റെ മരണത്തെക്കുറിച്ച് തന്നെ നിരന്തരം ചിന്തിക്കുന്നത് കൊണ്ടാണ് മനുഷ്യർ മരിക്കുന്നത് എന്നാണ് വസിഷ്ഠ മഹർഷി ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞത്. ശോകമില്ലാത്തവരായിരുന്നിട്ട് കൂടിയും ശോകമുള്ളവരെ പോലെ അവർ അഭിനയിക്കുന്നു. ജീവൻ മുക്താഹ ജയാൻവിതാഹ, ജീവിത വിജയം നേടിയവർ ഇവർ മാത്രമാണ്. തത്ര കോമോഹഃ കശോകഃ ഏകത്വമനുപശ്യതഃ ഇതി ശ്രുതേഃ ശോകമോഹ ജയാൻവിതാഹ. ഇത് ഈശാവാസ്യോപനിഷത്തിലെ 7ാം മന്ത്രമാണ്. തത്ര കോമോഹഃ കശോകഃ ഏകത്വമനുപശ്യതഃ. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവവും. അന്നേതു മോഹം ഏതു ശോകം ഏകത്വദൃക്കിന്. ഒന്നായ ആത്മതത്വത്തെ മാത്രം സകല ദിക്കിലും കാണുന്ന ഒരു തത്വദർശിക്ക് എന്ത് മോഹം എന്ത് ശോകം, ശോകമോഹങ്ങളെ അയാൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന്. മോഹം കൊണ്ടുണ്ടാകുന്നതാണ് ശോകം. ദുഃഖം അജ്ഞതയിൽ നിന്നുണ്ടാകുന്നതാണ്. അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് നശിപ്പിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തിൽ മോഹത്തിനും ശോകത്തിനും സ്ഥാനമില്ല. അതുകൊണ്ടാണ് അവർ ജീവിത വിജയം നേടിയവരാണ് എന്ന് വസിഷ്ഠ മഹർഷി പറയുന്നത്. അതാണ് ശരിക്കുള്ള ജീവിത വിജയം. ഇനി കുറേ ഉദാഹരണങ്ങൾ പറയാണ്, രസകരമായ കുറേ ഉദാഹരണങ്ങൾ. ത്രിമൂർത്തികളുടെ ഇടയിൽ പോലും ഒന്നിനെയും കൂസാത്ത, ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്ത ഒരു സ്വഭാവം കാണുന്നുണ്ട് ത്രിമൂർത്തികളുടെ ഇടയ്ക്ക് പോലും. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ വേണ്ട പോലെ ചെയ്യാൻ കഴിയുന്നത്. അച്ഛിന്നായേകതദ്ഭാവാ ദൃശ്യന്തേ തത്വദർശിനഃ ശിരഃ കമലജസ്യോച്ചൈ സാമഗായന തത്പരം ഹരോ നഖേന ചിച്ഛേദ സുകുമാരമിവാംബുജം ശക്തോപി ന പുനർബ്രഹ്മ ജനയാമാസ തച്ഛിരഃ.
അച്ഛിന്ന ഏകതദ്ഭാവാഹ ദൃശ്യന്തേ തത്വദർശിനഃ. തത്വദർശികൾ അച്ഛിന്നരായി കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനെ ഒന്നും ഛേദിക്കുന്നില്ല, അവരുടെ മനസ്സിനെ യാതൊന്നും പിളർക്കുന്നില്ല, അവർക്ക് ശോകം ഉണ്ടാവുന്നില്ല. ഏകതദ്ഭാവാഹ, എപ്പോഴും ആത്മതത്വത്തിൽ മാത്രം നിഷ്ഠയുള്ളവരാണ് തത്വദർശികൾ. ത്രിമൂർത്തികൾ പോലും ഈ ആത്മജ്ഞാനം ഉള്ളതുകൊണ്ടാണ് അവർക്ക് അവരുടെ കർമ്മങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയുന്നതെന്നാണ്. ത്രിമൂർത്തികളും സനകാദി മഹർഷിമാരും ശുകാദി മഹർഷികളും എല്ലാവരും അരക്ഷണം പോലും ഞാൻ ആത്മാവാണ് എന്ന ഭാവത്തിൽ നിന്ന് താഴോട്ട് പോരുന്നില്ല. ഈ ആത്മതത്വത്തെ സദാ വിചിന്തനം ചെയ്തുകൊണ്ടാണ് അവർ പോലും കഴിയുന്നത്. അപ്പോൾ എല്ലായിടത്തും ഏകമായ ആത്മാവിനെ മാത്രം കാണുന്നവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും ഉണ്ടാകത്തില്ല. ശിരഃ കമലജസ്യ ഉച്ചൈഹി സാമഗായന തത്പരം. സാമഗാനം എന്ന് പറഞ്ഞാൽ സാമവേദം. സാമവേദം ഒരിക്കൽ ബ്രഹ്മദേവൻ ഉച്ചത്തിൽ ചൊല്ലിയെന്ന്. സാമവേദം ശിവനെ സ്തുതിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. സാമഗാനം എന്ന് പറയുന്നത് ശിവന് വളരെ ഇഷ്ടമുള്ളതാണ് സാമവേദം. അപ്പോൾ ആ സാമവേദം അത് പാട്ട് പോലെയാണ്. ഈ സാമവേദം ചൊല്ലുന്നത് കേട്ടാൽ അത് സംഗീതാത്മകമായിരിക്കും. അങ്ങനെ അതിനെ സാമഗാനം എന്ന് തന്നെയാണ് പറയുന്നത്. ആ സാമഗാനം ചെയ്യുന്നതിൽ തത്പരനായിരിക്കുന്ന ബ്രഹ്മദേവൻ്റെ ഒരു തല നുള്ളിയെടുത്തു ശിവഭഗവാൻ. ബ്രഹ്മദേവന് 5 തലയുണ്ടായിരുന്നു എന്നാണ്. ശിവനെ പോലെ ശിവന് 5 തലയുണ്ട്, ബ്രഹ്മദേവന് 5 തലയുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു തല ഉച്ചത്തിൽ സാമവേദം ചൊല്ലിയത് കൊണ്ട് പുകഴ്ത്തിയതാണ്, ശിവനെ തന്നെ പുകഴ്ത്തിയതാണ്. ഒരു തല നുള്ളിയെടുത്തു. പിന്നെ മറ്റൊരു താഴമ്പൂവിൻ്റെ കഥയുണ്ട്. താഴമ്പൂ കള്ളം പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ അതിന് സപ്പോർട്ട് ചെയ്തു. ഇല്ല, ഇത് ഈ താഴമ്പൂ ശിവൻ്റെ മുടി, ശിവൻ്റെ മൗലി കണ്ടു, അതിന് ഞാൻ സാക്ഷിയാണെന്ന് കള്ളസാക്ഷി പറഞ്ഞു. ആദ്യമായിട്ട് കള്ളസാക്ഷി പറഞ്ഞത് സൃഷ്ടികർത്താവാണ്. സൃഷ്ടികർത്താവാണ് ആദ്യം കള്ളസാക്ഷി പറഞ്ഞത്. ആ കള്ളസാക്ഷി പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ ഒരു ശിരസ് നുള്ളിയെടുത്തു ശിവഭഗവാൻ എന്നാണ്. അത് ഭൂമിയിലേക്ക് വീണു. അതാണ് ഈ നോർത്ത് ഇന്ത്യയിൽ ബ്രഹ്മകപാലം എന്ന് പറഞ്ഞത്. തീർത്ഥമോ എന്തോ ആണ്, അത് പുണ്യതീർത്ഥം എന്തോ ആണ്, ബലിയിടുന്ന സ്ഥലമാണ് ബ്രഹ്മകപാലം. ആ ബ്രഹ്മദേവൻ്റെ ശിരസ് ഇവിടെയാണ് വന്ന് വീണതെന്നാണ്. അതൊക്കെ ഐതിഹ്യം, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഉച്ചത്തിൽ സാമവേദം ഗാനം ചെയ്തതുകൊണ്ട് ശിവഭഗവാൻ കമലജനായ ബ്രഹ്മദേവൻ്റെ ഒരു ശിരസ് നുള്ളിയെടുത്തു. ഹരോ നഖേന ചിച്ഛേദ, നഖം കൊണ്ട് നുള്ളിയെടുത്തു എന്നാണ്. അപ്പോൾ വലിയ നഖമായിരിക്കണം. ഒരു തല ഇങ്ങനെ നുള്ളി കളയണമെങ്കിൽ ശിവഭഗവാന്റെ കയ്യിലുള്ള നഖം എന്ന് പറയുന്നത് വലിയ മുറം പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ സൈസിലുള്ള ഒന്നായിരിക്കണം. ഹരോ നഖേന ചിച്ഛേദ. എങ്ങനെയാണ് നുള്ളിയത്? സുകുമാരമിവാംബുജം, അതിലോലമായ ഒരു താമരപ്പൂവ് പറിച്ചെടുക്കുന്ന ലാഘവത്തോടുകൂടി തല നുള്ളിയെടുത്തു ബ്രഹ്മദേവൻ്റെ. ശക്തോപിന പുനർബ്രഹ്മ ജനയാമാസ തച്ഛിരഃ. ഇവിടെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ള ബ്രഹ്മദേവൻ ശിവഭഗവാൻ നുള്ളിയെടുത്ത ആ തലയ്ക്ക് പകരം പുതിയ ഒരു തലയെ സൃഷ്ടിച്ചില്ല. എന്തുകൊണ്ട്? പോണെങ്കിൽ പോട്ട് പുല്ല്. 5 തലയുണ്ടായിരുന്നു, ബാക്കി 4 ഉണ്ടല്ലോ. ഇല്ല, ബാക്കിയുള്ള 4 നുള്ളി കളഞ്ഞാലും ആശാന് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഈ മായയുടെ അകത്ത്. ശിവഭഗവാൻ ഒരു തല നുള്ളിയെടുത്തു. ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? തല നുള്ളിയെടുത്ത് കളഞ്ഞാൽ പോലും ദേഷ്യം വരാത്തവർ, അവരെ ചൊടിപ്പിക്കാൻ, അവരെ ദേഷ്യം പിടിപ്പിക്കാൻ ആർക്ക് കഴിയും? ഇതൊക്കെ ഒരു കളിയാണ്. ശക്തോപിന പുനർബ്രഹ്മ ജനയാമാസ തച്ഛിരഃ. വീണ്ടും ഒരു ശിരസിനെ സൃഷ്ടിക്കാൻ ശക്തി ഉണ്ടായിരുന്നിട്ട് കൂടി ബ്രഹ്മദേവൻ ആ ശിരസിനെ സൃഷ്ടിച്ചില്ല. ഇപ്പോഴും അദ്ദേഹം ചതുർമുഖ ബ്രഹ്മാവായിട്ട് തന്നെയാണ്
കഴിയുന്നത്. ശിരാദ്യ അംഗച്ഛേദേ അപി അച്ഛിന്ന ഏകതദ്ഭാവ അദ്വിതീയ ആത്മഭാവ. തല നുള്ളിയെടുത്തിട്ട് പോലും ഒരു കുഴപ്പവും തനിക്ക് പറ്റിയിട്ടില്ല എന്ന് ആത്മതത്വത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്വൈത സ്ഥിതിയിൽ നിന്ന ആളായിരുന്നു ബ്രഹ്മദേവൻ. ക്വ തദ്ദൃഷ്ടാന്തം തദുദാഹരതി. എങ്ങനെയാണ് ശിരസ് നുള്ളിയെടുത്തപ്പോഴും യാതൊരു ഭാവഭേദവും കൂടാതെ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിനാണ് ഈ ബ്രഹ്മദേവനെ ഉദാഹരണമായി പറയുന്നത്. ഗായനമിത്യശിയാത്വാഭാവശ്ചാന്തസ. അത് ഗ്രാമറിലുള്ള ഒരിതാണ്, അത് നമുക്ക് ആവശ്യമില്ല. ഇനിയും ഉദാഹരണങ്ങൾ പറയുന്നു. വ്യോമൈകതാസ്യ ചിദ്വ്യോംനോ മുധാ മൂർധേതരേണ കിം നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന. ഈ രണ്ടാമത്തെ വരി ഭഗവത്ഗീതയിലുള്ള അതേ വരി തന്നെയാണ്. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന. കശ്ചിദർത്ഥവ്യപാശ്രയ എന്ന് വരും. നൈവതസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന. ഓർമ്മ വരുന്നില്ല. വ്യോമൈകതാസ്യ ചിദ്വ്യോംനഃ. ചിദാകാശത്തിന് തല, കയ്യ്, കാല് തുടങ്ങിയ അവയവങ്ങളൊന്നുമില്ല. ഞാൻ ചിത്താണ്. ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്ന ആത്മാവിന് ശിരസ് തന്നെ ഇല്ലാത്തത് കൊണ്ട്, താൻ ആ ആത്മതത്വമായതുകൊണ്ട് ഒരു തല ശിവൻ നുള്ളിയെടുത്താൽ അതുകൊണ്ട് എനിക്കെന്ത് നഷ്ടം? എടുത്തോട്ടെ, അദ്ദേഹം കൊണ്ടുപോട്ടെ. മുധാ മൂർധേതരേണ കിം. ഒരു തല പോയി എന്ന് വിചാരിച്ച് ഞാനെന്തിന് വിഷമിക്കണം? ഒരു തല പോയാലും തലയിൽ കൈവയ്ക്കരുതെന്ന് പറയും പണ്ട്. ചിലർ ദുഃഖമൊക്കെ വരുമ്പോൾ ഇങ്ങനെ തലയിൽ കൈയും വെച്ച് ഇങ്ങനെ ഇരിക്കും. തല പോണ കാര്യമാണെങ്കിലും തലയിൽ കൈ വയ്ക്കരുതെന്നാണ്. ചിലർ ഇങ്ങനെ വയ്ക്കും. ഈ തലയിൽ കൈ ഇങ്ങനെ, കാരണം അതിനും മാത്രം ഒന്നുമില്ല. തല പോയാൽ പോലും തലയിൽ കൈ വയ്ക്കരുതെന്നാണ്. അങ്ങനെ പണ്ടുള്ളവർ പറയും. അതുപോലെ ഒരു പ്രയാസവും ഒരു ദുഃഖവും ബ്രഹ്മദേവന് തോന്നിയില്ല. നൈവതസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന. ഈ അഞ്ചാമത്തെ ശിരസ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ മുകളിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് ബ്രഹ്മദേവന് പ്രത്യേകിച്ച് ഇഷ്ടമോ അനിഷ്ടമോ ഒന്നുമില്ല. അത് ഉണ്ടെങ്കിലെന്ത്, ഇല്ലെങ്കിലെന്ത്. എനിക്ക് ആ പദ്യം അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. നൈവതസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന. അതിൻ്റെ അടുത്ത വരിയുടെ അവസാനം കശ്ചിദർത്ഥവ്യപാശ്രയ എന്നാണ് അവസാനിക്കുന്നത്. ആ രണ്ടാമത്തെ വരിയുടെ സ്റ്റാർട്ടിംഗ് ആണ് എനിക്ക് കിട്ടാത്തത്. നൈവതസ്യ കൃതേനാർത്ഥ. ഒന്ന് ചെയ്തത് കൊണ്ട് വിശേഷിച്ച് ഒരു പ്രയോജനവുമില്ല. ന അകൃതേനേഹ കശ്ചന. ചെയ്യാതിരുന്നത് കൊണ്ടും ദോഷമൊന്നുമില്ല. ചെയ്തത് കൊണ്ട് വിശേഷിച്ച് ലാഭമില്ല, ചെയ്യാതിരുന്നത് കൊണ്ട് നഷ്ടമില്ല. ഇനി ചെയ്തത് കൊണ്ട് നഷ്ടവുമില്ല, ചെയ്യാതിരുന്നത് കൊണ്ട് ലാഭവുമില്ല. കർമ്മം എന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇത് വെറും ഒരു നാടകം, ഒരു കളി. അസ്യ കമലജസ്യ വ്യോമൈകത ആകാശസമത. വാസ്തവത്തിൽ ഈ ബ്രഹ്മദേവൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ആത്മാവാണ്. അത് ആകാശം പോലെ ഏകവും വ്യാപകവുമായ ഒന്നാണ്. ആകാശത്തിൻ്റെ തല നുള്ളിയെടുക്കാൻ പറ്റുമോ? ആകാശത്തിൻ്റെ തല വെട്ടാൻ പറ്റുമോ? സാധ്യമല്ല. അതിന് തലയില്ല. അതോ മുധാ മിഥ്യാഭൂതേനേതരേണ പഞ്ചമേന മൂർധ്ന കിം പ്രയോജനമിത്യർത്ഥ. ഭ്രമരൂപത്തിൽ പൊന്തിയ ഈ അഞ്ചാമത്തെ ശിരസ് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം?
അത് ഉള്ളത് കൊണ്ടും എനിക്ക് വിശേഷിച്ച് പ്രയോജനമില്ല. ശിവഭഗവാൻ അതിനെ നുള്ളിയെടുത്തത് കൊണ്ട് എനിക്ക് നഷ്ടവുമില്ല. തർഹി തസ്യ ചതുർഭിഹി ശിരോഭിർവ കിമർത്ഥം വേദോപദേശകരണം തത്രാഹ. അപ്പോൾ ബാക്കിയുള്ള 4 തലയുണ്ടല്ലോ, ഈ 4 തലകളിലൂടെയാണ് 4 വേദങ്ങളെ ബ്രഹ്മദേവൻ ഉച്ചരിക്കുന്നത്. അത് അങ്ങേക്കൊരു പ്രയോജനമല്ലെന്ന്. എനിക്ക് തല കൊണ്ടും പ്രയോജനമില്ല, ഉച്ചാരണം കൊണ്ടും എനിക്ക് ഒരു പ്രയോജനമില്ല. ഇതൊരു നാടകം, ഇങ്ങനെ കളിക്കുന്നു നമ്മൾ. അങ്ങനെ എല്ലാറ്റിനെയും ലാഘവത്തോടു കൂടി സമീപിക്കുക. ഒന്നിലും കയറി മസിൽ പിടിക്കരുത്. ഈ മസിൽ പിടുത്തമാണ് നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്നത്. തീർന്നില്ല, ഇനിയും ഉദാഹരണങ്ങൾ വരുന്നു. യദ്യഥാനാമസമ്പന്നം തത്തഥാസ്ത്വിതരേണ കിം ഹരോ ഹരിണശാവാക്ഷീമക്ഷീണ ശരദോശ്രുച. യത് യഥാനാമസമ്പന്നം, എന്ത് എങ്ങനെ നടക്കുന്നുവോ അങ്ങനെ നടക്കട്ടെ. ഇന്ന രീതിയിലേ സംഭവിക്കാവൂ, ഇന്ന സംഭവം നടക്കരുത്, അങ്ങനെയുള്ള മുൻവിധികളൊന്നും വേണ്ട. അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്ന് ജീവിച്ച പ്രശ്നമൊന്നുമില്ല. യദൃച്ഛാലാഭ സന്തുഷ്ട. യാദൃച്ഛികമായി എന്താണോ നമ്മെ സമീപിക്കുന്നത് അതുകൊണ്ട് സന്തോഷിച്ചോളൂ. നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് ദുഃഖിക്കുകയും അരുത്. എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നറിയാമോ? അത് നമ്മുടേതല്ല. അല്പകാലം നമ്മുടെ പക്കൽ അത് ഉണ്ടാവണം എന്നുള്ളത് ഈശ്വര നിശ്ചയമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് നമ്മെ വിട്ട് പിരിയണം എന്നുള്ളതാണ് ഈശ്വര നിശ്ചയം. അത് നഷ്ടമായി. ഒന്നിനെയും നമുക്ക് ആത്യന്തികമായി നമ്മുടേതാക്കി നിർത്താൻ സാധ്യമല്ല. എല്ലാം കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഒപ്പം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ എല്ലാം പോകും. അതുകൊണ്ട് ഈ ലാഭാലാഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടങ്ങളിൽ മനസ്സ് ബാധിക്കപ്പെടാതെ ഇരിക്കണം. യത് യഥാനാമസമ്പന്നം, എന്തെന്ത് നടക്കുന്നുവോ തത്തഥാസ്തു, അത് അങ്ങനെ തന്നെ നടന്നോട്ടെ. ഇതരേണക്കിം, അതിന് വേറൊരു രീതിയിൽ നടക്കണം എന്ന് ഞാൻ എന്തിനു കരുതണം? ഇവിടെ നടക്കേണ്ടത് നടക്കട്ടെ. രാമതീർത്ഥസ്വാമികൾ അവസാനം പറഞ്ഞാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇഫ് ഇറ്റ് ഈസ് ദൈ വിൽ ലെറ്റ് ഇറ്റ് ബി ഫുൾഫിൽഡ്. ഇതാണ് അങ്ങയുടെ നിശ്ചയമെങ്കിൽ അത് നടക്കട്ടെ. വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുകയാണ്. ആ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ വെള്ളം മുങ്ങിത്താഴുമ്പോൾ ശ്വാസം കിട്ടാതെ വരുമ്പോൾ ശരീരത്തിനൊരു വെപ്രാളമുണ്ട്. അതിങ്ങനെ സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് 2-3 പ്രാവശ്യം ഉയർന്നു വരാനായി രാമതീർത്ഥസ്വാമികളുടെ ശരീരം ശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല. അതിശക്തമായ വെള്ളപ്പാച്ചിലിൽപ്പെട്ട് അവസാനം അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നാരായണസ്വാമി കരയിൽ നിന്നുകൊണ്ട് ആ വാക്കുകൾ കേട്ടു. ഇതാണ് അങ്ങയുടെ നിശ്ചയമെങ്കിൽ അത് നടക്കട്ടെ. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? എന്ത് സംഭവിക്കണോ അത് സംഭവിക്കട്ടെ. ഈശ്വരൻ്റെ അധീനതയിലാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ലയിപ്പിക്കുന്നത് ഈശ്വരൻ്റെ കർമ്മമാണ്. അപ്പം ഞാൻ ഇന്ന രീതിയിൽ നടക്കണം, അയ്യോ അങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചില്ല, അങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഒന്നിനെ ഓർത്ത് ദുഃഖിക്കേണ്ട. നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ എനിക്കും എല്ലാവർക്കും. ഒരാൾ ഉദ്ദേശിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അയാൾക്ക് സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഒരു സന്തോഷം പോലും ആവശ്യമില്ല. നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവനിശ്ചയം ഇതാണ്. ഈശ്വരൻ്റെ നിശ്ചയം മാത്രമേ എന്നും നടപ്പിലാവൂ. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മൾ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ, ഇതിനൊന്നിനും ഒരർത്ഥവുമില്ല. എന്ത് കിട്ടുന്നോ അതെല്ലാം 2 കൈയും നീട്ടി സ്വീകരിച്ചോളൂ. എന്തൊക്കെ നമ്മിൽ നിന്ന് നഷ്ടമാകുന്നോ അതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ച് പിന്നെ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കരുത്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ഇതൊക്കെ പറയാനും പ്രസംഗിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ മനസ്സ് ദുഃഖത്തിന് വിധേയമായിത്തീരും. മനസ്സ് കിടന്ന് പിടയും.
അല്പാൽപമായി ഈ തത്വബോധം ഉറപ്പിച്ച് പ്രപഞ്ചത്തിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് എന്ന് പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്താൽ ഇതൊക്കെ എന്നെങ്കിലും ഒരു ദിവസം ശാന്തമാകും.